മതങ്ങളുടെ പേരിലുള്ള IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ കെ ഗോപാലകൃഷ്ണൻ വ്യാജ പരാതി നൽകിയെന്നത് ചാർജ് മെമ്മോയിൽ നിന്ന് ഒഴിവാക്കി. ഫോൺ ഹാക്ക് ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിച്ച് കെ ഗോപാലകൃഷ്ണൻ വ്യാജ പരാതി നൽകിയെന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ചേർത്ത സംഭവവും ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ പരാമർശിച്ചിട്ടില്ല. ചാർജ് മെമ്മോയുടെ പകർപ്പ് 24 ഷെവീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷെവീദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിവരങ്ങൾ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ വിവാദമാവുകയും 2 ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം ഉണ്ടാവുകയും ചെയ്തൊരു സംഭവമായിരുന്നു മതങ്ങളുടെ പേരിലുള്ള IAS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പ്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണനായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. അദ്ദേഹം ആദ്യം പോലീസിന് നൽകിയ വിവരമനുസരിച്ച്, പോലീസിന് നൽകിയ പരാതി അനുസരിച്ച് തൻ്റെ അറിവില്ലാതെ തൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത ആ വിവരങ്ങൾ ഈ ഉദ്യോഗസ്ഥരെ ആഡ് ചെയ്തു എന്നുള്ളതായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ പല ഘട്ടത്തിലുള്ള പരിശോധന, ഫോറൻസിക് പരിശോധന, മെറ്റയിൽ നിന്നുള്ള വിവരശേഖരണം, ഗൂഗിളിൽ നിന്നുള്ള വിവരശേഖരണം, ഇതിലൊന്നും ഹാക്കിംഗ് സ്ഥിരീകരിക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഹാക്കിംഗ് നടന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ വ്യാജ പരാതി, പോലീസിന് വ്യാജ പരാതി നൽകി തെറ്റിദ്ധരിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഈ കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തിന് ചാർജ് മെമ്മോ നൽകുകയും ചെയ്തത്. എന്നാൽ ഈ ചാർജ് മെമ്മോയിൽ നിയമപരമായി നിലനിൽക്കുന്ന മറ്റ് കാര്യങ്ങൾ അത് സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള സംഭവം. അതായത് ആ ചാർജ് മെമ്മോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ IAS ഓഫീസർമാർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചു, അനൈക്യത്തിന്റെ വിത്തുകൾ പാകി, ഓൾ ഇന്ത്യ സർവീസ് കേഡറുകൾ തമ്മിലുള്ള ഐക്യദാർഢ്യം തകർക്കാൻ ശ്രമിച്ചു എന്നീ കുറ്റങ്ങൾ മാത്രമാണ് ആരോപിക്കുന്നത്. ഈ കുറ്റങ്ങൾ തെളിയിക്കാനുള്ള ഒരു സ്റ്റാൻഡും നിലവിൽ കെ ഗോപാലകൃഷ്ണനെതിരെ തെളിവായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് കെ ഗോപാലകൃഷ്ണൻ മതങ്ങളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള ഒരു തെളിവും നിലവിൽ പോലീസിന്റെ പക്കലില്ല. കാരണം വാട്സപ്പ് ഗ്രൂപ്പുകൾ അപ്പാടെ ഡിലീറ്റ് ചെയ്തു, ഫോൺ ഫോർമാറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് കോടതിയിലെത്തിയാൽ നിലനിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായ അടിത്തറയുള്ള ഒരു സംഭവമല്ല, തെളിവിൻ്റെ ബലമുള്ളൊരു സംഭവമല്ല. അതേസമയം അദ്ദേഹം തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ച വ്യാജ പരാതി നൽകിയത് സ്വാഭാവികമായും നിലനിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ്. പ്രത്യേകിച്ച് പോലീസ് റിപ്പോർട്ടിലടക്കം അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ ആ വിവരം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ വസ്തുത. അതിൽ എത്രമാത്രം ഈ കെ ഗോപാലകൃഷ്ണനെ രക്ഷിക്കാനുള്ള നീക്കമാണോ നടക്കുന്നത് എന്നുള്ള സംശയം ബലപ്പെടുത്തുന്നത്. ഏതായാലും 30 ദിവസത്തിനുള്ളിൽ കെ ഗോപാലകൃഷ്ണൻ ഈ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകണം. നിലവിലിപ്പോൾ ഏതെങ്കിലും സ്റ്റാൻഡ് ചെയ്യുന്ന കുറ്റങ്ങൾ ആരോപിക്കാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സർവീസിൽ വളരെ പെട്ടെന്ന് തിരിച്ചെത്താൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോഴും ഗൗരവമുള്ള പരാതി, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ചില IAS ഉദ്യോഗസ്ഥർ തന്നെ, അദീല അബ്ദുള്ളയെ പോലെയുള്ള IAS ഉദ്യോഗസ്ഥർ തന്നെ ചീഫ് സെക്രട്ടറിക്ക് ചില വിവരങ്ങൾ, സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈമാറിയിരുന്നു. അക്കാര്യവും ഈ ചാർജ് മെമ്മോയിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യം. സംസ്ഥാനത്തെ ഒരു IAS ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് പോലീസിനെ അടക്കം, ഒരു പോലീസിംഗ് സംവിധാനത്തെ അടക്കം കബളിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ട്, ഒരു പെരുമാറ്റം ഉണ്ടായിട്ട് അതൊന്നും മെൻഷൻ ചെയ്യാതെയുള്ള ഒരു ചാർജ് മെമ്മോ അത് സ്വാഭാവികമായും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. SK